സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് നമ്പർ 11 നമുക്ക് വേഗം പോകാം. ഞാൻ സാം ആൻഡ് വെൽക്കം ടു സാം കുക്ക് ടോക്സ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ട് കാർഗോനെ പരാജയപ്പെടുത്തിയ ശേഷം ജിനു അവനെ ഷാഡോ ആക്കി മാറ്റുന്നു. ഈ കാരണം തന്നെ കിഹൂണൻ ടീമും ജിനുവോട് നന്ദി പറഞ്ഞ ശേഷം ജിഞ്ചിളു ഏജൻസും അവനെ ഡഞ്ചനിൽ നിന്നും പുറത്തോട്ട് എസ്കൗട്ട് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് കഥ ജിനുവിന്റെ അടുത്തോട്ട് പോകുന്നു. ജിനു പറഞ്ഞതുപോലെ അവരുടെ ലേറ്റ് ആയിട്ടുള്ള ആ മീറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ജിനു ആലോചിക്കുന്നു, ഈ ഒരു തീരുമാനമായിരിക്കും എൻ്റെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. വെറുതെ കൂടുതൽ ആലോചിക്കണ്ട, എന്തിനാ ഞാൻ ഇത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ജിനു എത്തുന്നു. ജിനുവെ കണ്ടപ്പോൾ തന്നെ ജിനു ചോദിക്കുന്നു, സാറിന് ഈ ഡ്രസ്സിന് എന്ത് പറ്റി? ജിനു പറയുന്നു, ഞാൻ ഡഞ്ചനിൽ നിന്ന് സ്ട്രേറ്റ് വരിക. ഇത് കേട്ട് ജിനു സർപ്രൈസ് ആകുന്നു. ജിനു ഇത് കഴിഞ്ഞ് അവന്റെ ഫാദറുമായി അവൻ സംസാരിച്ച കാര്യങ്ങൾ മുഴുവൻ ജിനുവോട് പറയുന്നു. റെഡ് ഗേറ്റ് ഇൻസിഡന്റും ജിനുവിന്റെ ഫാദറിന് ക്ലിയറായി അറിയാമെന്ന് ജിനുവയ്ക്ക് മനസ്സിലാവുന്നു. കാര്യമെല്ലാം കേട്ട ശേഷം ജിനുവ പറയുന്നു, നീ പറയുന്നത് നിനക്ക് ഗിൽഡ് മാസ്റ്റർ ആവണമെങ്കിൽ എന്റെ ഹെൽപ്പ് വേണം. ഇത് കേട്ട് ജിനു പറയുന്നു, അതെ സർ, ബട്ട് സാറിന് ഞാൻ പ്രഷറൊന്നും തരുന്നില്ല. സാർ തന്നെ ആയിരിക്കും ഗിൽഡിലെ തീരുമാനമല്ല എടുക്കുന്നത്. ജിനു പറയുന്നു, ജിനു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇത് കഴിഞ്ഞ് കഥ ഹണ്ടേഴ്സ് ഗിൽഡിന്റെ അടുത്തോട്ട് പോകുന്നു. സങ് ജിനു മൈനറായിട്ട് ജോലി ചെയ്ത കാര്യവും സ്ക്വാഡ് ബിയെ രക്ഷിച്ച കാര്യവുമെല്ലാം കിഹൂണിൽ നിന്നും കേട്ട് ചോയ് ഞെട്ടുന്നു. കിഹൂൺ മിസ്റ്റർ ചോയിയോട് പറയുന്നു, എനിക്കറിയില്ല മിസ്റ്റർ സങ് ജിനു എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന്, പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ റെയ്ഡിൽ ഇടപെടാൻ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു. ഡഞ്ചൻ ബോസ് വളരെ പവർഫുൾ ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാര്യങ്ങൾ അങ്ങനെ കൈവിട്ടു പോയപ്പോൾ മിസ്റ്റർ സങ്ങിന് ഇടപെടേണ്ടി വന്നു. ഇത് കേട്ട് മിസ്റ്റർ ചോയ് പറയുന്നു, വൈറ്റ് ടയർ ഗിൽഡായിരുന്നു ആദ്യം, ഇപ്പൊ നമ്മുടെ ഗിൽഡും ഹണ്ടർ സങ് ജിനു ആയിരുന്നു രക്ഷപ്പെട്ടു. മിസ്റ്റർ ചോയ് ആലോചിക്കുന്നു, അവനെ ബീസ്റ്റുകളെ സമൺ ചെയ്യാൻ പറ്റും, അതുപോലെ അവൻ അസൈസിൻ ടൈപ്പും ആണോ? ഞാൻ അറിഞ്ഞത് മരിച്ച ഏത് ബീസ്റ്റിനെ അവന്റെ സോൾജർ ആക്കാൻ പറ്റുമെന്ന്. ഇതുവരെ ഇതൊക്കെയാണ് പുറത്തറിയാൻ പറ്റിയത്. ഇതിൽ കൂടുതൽ എബിലിറ്റീസ് അവന് കാണുമോ? മിസ്റ്റർ ചോയ് പറയുന്നു, കിഹൂൺ അവൻ അത്രയും സ്ട്രോങ് ആണോ? എന്നെ ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? കിഹൂൺ ഇത് കേട്ട് പറയുന്നു, ഒരു റെയ്ഡിന് പോകുമ്പോൾ ഓരോ ഹണ്ടറിനും റോളുണ്ട്. ബാക്കിയുള്ളവരുടെ പോരായ്മകൾ കവർ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ റോളുകൾ ഡിഫൻസ് ആകാം, അറ്റാക്ക് ആകാം, അല്ലെങ്കിൽ സപ്പോർട്ട് ആകാം. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ ആ ഒരു ഹണ്ടർ അങ്ങനെയല്ല. മിസ്റ്റർ ചോയ്, താങ്കൾക്ക് ഒരു എ റാങ്ക് ഏറ്റവും ഒറ്റയ്ക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇത് കേട്ട് ചോയ് ഞെട്ടുന്നു. അദ്ദേഹത്തിന് അറിയായിരുന്നു നിരവധി ബീസ്റ്റുകൾ ഒരുമിച്ച് വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന്. മിസ്റ്റർ ചോയ് പറയുന്നു, അപ്പോൾ അൾട്ടിമേറ്റ് ഹണ്ടർ എന്ന ടൈറ്റിൽ ഇപ്പോൾ കോമഡിയായി. ഇത് കേട്ട് കിഹൂൺ പറയുന്നു, മിസ്റ്റർ ചോയ്, താങ്കൾ എങ്ങനെ ഒരു ഗിൽഡ് നടത്തണമെന്ന് ഞാൻ പറയുമല്ലോ, പക്ഷേ സങ് ജിനുവെ നമ്മുടെ ഗിൽഡിൽ കൊണ്ടുവരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇതേ സമയം കഥ ഹണ്ടർ അസോസിയേഷനിലോട്ട് പോകുന്നു. നമുക്ക് കാണാൻ കഴിയും വലിയൊരു കൂട്ടം റിപ്പോർട്ടേഴ്സ് അസോസിയേഷന് മുന്നിലുണ്ട്. ഇവിടെ തൊട്ടപ്പുറത്തായി ലേ മിൻസിംഗ് എന്ന സെലിബ്രിറ്റി അവൻ്റെ റീവാലുവേഷന് വേണ്ടി വന്നതായിരുന്നു. ലേ മിൻസിംഗ് പറയുന്നു, എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഗ്രാൻഡ് ആയിരിക്കും. മിൻസിംഗിന്റെ കൂടെ വന്ന റിപ്പോർട്ടർ പറയുന്നു, ഇതെങ്ങനെയുണ്ട് മിസ്റ്റർ ലീ? ഇതാണ് നാളത്തെ ഹെഡ്ലൈൻ. നമുക്ക് കാണാൻ കഴിയും ആ റിപ്പോർട്ടർ നാളെ വരാൻ പോകുന്ന പത്രത്തിലെ ഹെഡ്ലൈൻ ലേ മിൻസിംഗിനെ കാണിച്ചു കൊടുക്കുന്നു. ആ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു, എല്ലാമുള്ള ലേ മിൻസിംഗ് അങ്ങനെ സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസും കൈക്കലാക്കുന്നു. മിൻസിംഗ് ഇത് കണ്ടു പറയുന്നു, കൊള്ളാം, പക്ഷെ ഇത് കുറച്ച് ഓവറല്ലേ? സാരമില്ല, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് അവിടെ രണ്ട് കാറിൽ ബൈക്ക് യുനോയും ചോയ് ജോങ്ങും എത്തുന്നതായി നമുക്ക് കാണാം. ഇത് കണ്ട് റിപ്പോർട്ടേഴ്സ് ഷോക്കാകുന്നു. എല്ലാ റിപ്പോർട്ടേഴ്സും അങ്ങനെ വേഗം അവരെ മുഴുവനായി പൊതിയുന്നു. ബൈക്ക് യുനോയ്ക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഇത്രയധികം റിപ്പോർട്ടേഴ്സ് ഇവിടെ എന്ത് ചെയ്യുവാന്ന്. അവർ വേഗം തന്നെ ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. സർ, താങ്കൾ ഹണ്ടർ ലീ മിൻസിംഗിനെ റിക്രൂട്ട് ചെയ്യാനാണോ ഈ വന്നത്? ബൈക്ക് മനസ്സിൽ പറയുന്നു, അതിന് ലീ മിൻസിംഗ് ആരാ? ബൈക്ക് ഈ ചോദ്യങ്ങളെല്ലാം കേട്ട് ലീ മിൻസിംഗിന് വേണ്ടിയല്ല താൻ വന്നതെന്ന് സ്ട്രേറ്റ് ആയിട്ട് അവരോട് പറയുന്നു. ഇതേ സമയം ചോയ് ജോങ് റിപ്പോർട്ടേഴ്സിനോട് പറയുന്നു, ലുക്ക്, ഫീൽഡ് ഗിൽഡിന്റെ കോൺട്രാക്ട് ഓൾറെഡി ലീ മിൻസിംഗ് സൈൻ ചെയ്തതാണ്. ഞങ്ങൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇന്ന് വന്നത്. റിപ്പോർട്ടേഴ്സിന് ചൂടുള്ള ഹെഡ്ലൈൻസ് കിട്ടാഞ്ഞതുകൊണ്ട് അപ്സെറ്റ് ആകുന്നു. പെട്ടെന്ന് ഇവിടെ ബൈക്കിനോ ചോയ് ജോങ്ങിനെ കളിയാക്കാൻ വേണ്ടി പറയുന്നു, ഞാൻ ഇന്നലെ അറിഞ്ഞത് ഹണ്ടേഴ്സ് ഗിൽഡ് എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന്. ഇത് കേട്ട് മറുപടി ചോയ് പറയുന്നു, പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് വൈറ്റ് ടൈഗറുകളിലോട്ട് എ റാങ്ക് ഹണ്ടേഴ്സിനൊന്നും നഷ്ടപ്പെട്ടില്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ ബൈക്കിന് കലി വരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ബൈക്ക് പറയുന്നു, നടന്നാകെ നടന്നു, നമ്മുടെ രണ്ട് ഗിൽഡിനെ അവൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എത്തിക്കലായിട്ട് നോക്കുമ്പോൾ അവൻ എന്റെ ഗിൽഡിലാണ് ചേരേണ്ടത്. ചോയ് ജോങ് ഇവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ബൈക്ക് ഇവിടെ പറയുന്നു, എന്റെ ഗിൽഡിനാണ് നല്ലതുപോലെ നഷ്ടമുണ്ടായത്, അതുകൊണ്ട് അവനെ റിക്രൂട്ട് ചെയ്യുന്നത് നോർമലായ ഒരു കാര്യമാണ്. അതുപോലെ ഞങ്ങളുടെ ബലവും കുറഞ്ഞിരിക്കുകയാണ്. അവനെ റിക്രൂട്ട് ചെയ്തിട്ട് വേണം ഞങ്ങളുടെ ഫോഴ്സിന്റെ ഒന്ന് ബലം കൂട്ടാൻ. മിസ്റ്റർ ചോയ് പറയുന്നു, അല്ല, ബലം കൂട്ടാനായിട്ട് എസ് റാങ്ക് ഹണ്ടറിനെ തന്നെ വേണോ? നിങ്ങളെന്താ വല്ല യുദ്ധവും തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അവർ പരസ്പരം വഴക്ക് ഇട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവിടെ ആരോ അവരുടെ അടുത്തോട്ട് നടന്നു വരുന്നു. എന്താ ഇത്, രണ്ട് വലിയ മുതലാളികൾ തമ്മിൽ അടിയിടുന്നു. നമുക്കറിയാൻ കഴിയുന്നത് ഇയാളുടെ പേരാണ് ലെം താഗ്യു. ഇയാൾ ഒരു എസ് റാങ്ക് ഹണ്ടറും അതുപോലെ ഫീൽഡ് ഗിൽഡിന്റെ മാസ്റ്ററുമാണ്. അയാൾ പറയുന്നു, നിങ്ങൾ ഈ അടിയിടുന്നത് ലീ മിൻസിംഗിന് വേണ്ടിയാണോ? കുറെ നേരമായി ലീ മിൻസിംഗിന്റെ പേരങ്ങനെ കേട്ട് അവർക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അവരലറുന്നത് കണ്ട് ലെം താഗ്യു ഞെട്ടുന്നു. എന്തുവാടേ? ഓക്കെ ഞാൻ പോവാ. ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ലേ മിൻസിംഗ് പറയുന്നു, ചോയ് ജോങ്ങും ബൈക്ക് യുനോയു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിൽഡുകൾ എനിക്ക് വേണ്ടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു.
എനിക്ക് വയ്യ. പെട്ടെന്ന് അവന്റെ സെക്രട്ടറി അവനോട് കാര്യങ്ങളെല്ലാം റെഡി ആയെന്ന് പറയുന്നു. ലെയ്മിൻ സിംഗ് അങ്ങനെ കാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ പ്രസ് അവന്റെ ഫോട്ടോകൾ എടുത്തുകൊണ്ടേയിരിക്കും. ഈ സമയത്താണ് ജിനു അവിടെ എത്തുന്നത്. ജിനു അസോസിയേഷന് മുന്നിൽ ഇത്രയും അധികം ആളുകളെ കണ്ട് ഷോക്ക് ആകുന്നു. ജിനു മനസ്സിൽ ആലോചിക്കുന്നു, ഇത്രയും അധികം ആൾക്കാരെന്താ ഇവിടെ? ഇനി പ്രസിനെങ്ങാനും കാര്യങ്ങൾ മനസ്സിലായോ? ഏയ്, അങ്ങനെ ആവാൻ വഴിയില്ല. ജിനോ ഈ പ്രസിന്റെ ഇടയ്ക്കൂടെ അസോസിയേഷനിലൂടെ കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ ലെയ്മിൻ സിംഗിന്റെ ബോഡി ഗാർഡ് അവനെ തടയുന്നു. അല്ല, നിനക്ക് കാണാൻ പറ്റുന്ന ഇത്രയധികം റിപ്പോർട്ടേഴ്സ് ഇവിടെ നിൽക്കുന്നതായിട്ട്, നീ ഇത് എങ്ങോട്ട് പോവാ? ജിനോ ഇവിടെ അവന് അപ്പോയിന്റ്മെന്റ് ഉള്ള കാര്യം ബോഡി ഗാർഡിനോട് പറയുന്നു. പക്ഷെ ആ ബോഡി ഗാർഡ് ഈ സമയത്തകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ബോഡി ഗാർഡ് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ സമയത്താണ് ചെയർമാൻ ഗോഗുനി അവിടെ എത്തുന്നത്. ഇവിടെ ചെയർമാൻ ഗോഗുനി പറയുന്നു, അല്ല, താങ്കളോട് ആരാ പറഞ്ഞു ഇയാൾക്ക് അകത്ത് കയറാൻ പറ്റില്ല എന്ന്? ഈ ചെറുപ്പക്കാരൻ എൻ്റെ ഒരു ഗസ്റ്റാണ്. അതുപോലെ മിസ്റ്റർ ലെയ്മിൻ സിംഗ്, താങ്കൾക്ക് ഓർമ്മയാണ് ഇവിടെ പ്രസ് കോൺഫറൻസ് നടത്താൻ പെർമിഷൻ ആരാ തന്നതെന്ന്? ലെയ്മിൻ സിംഗ് ഇതേ സമയം പറയുന്നു, എനിക്ക് ഓർമ്മയാണ് സാർ, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ചെയർമാൻ ഗോഗുനി ജിനോയും കൂട്ടി അകത്തോട്ട് പോകുന്നു. ഇതേ സമയം റിപ്പോർട്ടേഴ്സ് ഈ ഒരു കാഴ്ച കണ്ട് ഞെട്ടുന്നു. അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ലെയ്മിൻ സിംഗ് അല്ലാതെ വേറെ ആരെയാണ് ചെയർമാൻ അകത്തോട്ട് കൂട്ടിക്കൊണ്ടു പോയതെന്ന്. ലെയ്മിൻ സിംഗ് ആണെങ്കിൽ ദേഷ്യത്തിൽ അവന്റെ ബോഡി ഗാർഡിനോട് ഇതാരാണെന്ന് തിരക്കാൻ പറയുന്നു. അവൻ മനസ്സിൽ പറയുന്നു, ഈ ഒറ്റ ഒരുത്തം കാരണം എൻ്റെ ഷോ മുഴുവൻ കുളവായി. ഈ പോയ സ്പോട്ട് ലൈറ്റ് തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? മെൻസിംഗ് വേഗം പ്രസിന്റെ മുന്നിൽ വെച്ച് പറയുന്നു, എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ഒഫീഷ്യൽസിനോട് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഷെഡ്യൂളിൻ്റെ കാര്യം ചോദിച്ചിട്ട് വരാം. പക്ഷെ അവൻ ഉള്ളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ ജിഞ്ചിലും ഏജൻസും അവനെ തടയുന്നു. ജിഞ്ചിൽ പറയുന്നു, താങ്കൾക്കിപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, കാരണം ഒരു 100ന്റെ റീവലേഷൻ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടെസ്റ്റ് 11 മണി കഴിഞ്ഞിട്ടേ തീരത്തുള്ളൂ. അതുവരെ ആർക്കും ഈ ബിൽഡിങ്ങിനകത്തോട്ട് എൻട്രി ഇല്ല. ഇത് കേട്ട് മിൻസിംഗിന് നല്ലതുപോലെ ദേഷ്യം വരുന്നു. അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ 10:30 ആയതേ ഉള്ളൂ സമയം. ലെയ്മിൻ സിംഗിന് മനസ്സിലാവുന്ന ഉള്ളിലോട്ട് പോയ ആ 100 കാരണമായി ഇതെല്ലാം സംഭവിച്ചതെന്ന്. 30 മിനിറ്റ് ഇനിയും വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവൻ ജിഞ്ചുളിനോട് പറയുന്നു, എനിക്ക് ഷെഡ്യൂൾ ചെയ്ത സമയം 11 മണിയായിരുന്നു. അതുപോലെ റിപ്പോർട്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചെയർമാനും ഈ ഒരു കാര്യം അറിയാവുന്നതാണ്. എന്നിട്ടും എന്നെ എന്തുകൊണ്ടാണ് അകത്ത് കയറ്റാത്തത്? എവിടെ ജിഞ്ചുൾ വീണ്ടും 11 മണി കഴിഞ്ഞ് വരാൻ പറയുന്നു. മെൻസിംഗ് ഇത് കേട്ട് പതുക്കെ അവന്റെ അടുത്ത് വന്ന് പറയുന്നു, ഡാ മോനെ, ചിലപ്പോൾ നിനക്ക് അറിയത്തില്ലായിരിക്കും ഞാൻ ആരാന്ന്. അണ്ടർ അസോസിയേഷന്റെ വലിയൊരു സ്പോൺസറിന്റെ മകനാണ് ഞാൻ. ചിലപ്പോൾ എന്റെ ഫാദറിനെ നിനക്കറിയായിരിക്കും. യൂജിൻ കൺസ്ട്രക്ഷന്റെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം. നിനക്കൊക്കെ തരുന്ന ക്യാഷ് നോക്കിയാൽ എന്റെ കാലി വീഴേണ്ട സമയം കഴിഞ്ഞു. നീ ഇത്രയും ക്യാമറയുടെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോടാ? ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന കോൺസിക്വൻസ് നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ജിഞ്ചുൾ ഇത് കേട്ട് പറയുന്നു, താങ്കൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വറിയിടാവേണ്ട കാര്യമില്ല. ലെയ്മിൻ സിംഗിന് ഇത് കേട്ടപ്പോൾ തന്നെ കലി വരുന്നു. അവൻ പറയുന്നു, നീ ആരാണെന്നാ നിന്റെ വിചാരം? നിനക്കിത് പറയാനുള്ള ധൈര്യം കിട്ടിയല്ലോ. എന്നാലും ആ 100ന് ഇത്ര സ്പെഷ്യലായിട്ട് എന്തോ ഉള്ളത്? ജിഞ്ചുൾ ഇതേ സമയം അവന്റെ ഗ്ലാസ്സസ് താഴ്ത്തുന്നു. എന്നിട്ട് പറയുന്നു, മിസ്റ്റർ ലീ, താങ്കൾക്ക് ഞാനൊരു ഉത്തരം തന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇത് കണ്ട് ലെയ്മിൻ സിംഗ് പേടിച്ചു പോകുന്നു. ഇതേ സമയം കഥ ജിനുവിന്റെ അടുത്തോട്ട് പോകുന്നു. ചെയർമാനും ജിനുവയും അങ്ങനെ ഹോളിലൂടെ നടക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും ചോയ് ജോങ്ങിനെയും ബൈക്ക് യുനോയും ജിനു ശ്രദ്ധിക്കുന്നു. ചെയർമാനും ജിനുവയും അങ്ങനെ അവരെ പാസ് ചെയ്തു പോകുന്നു. ഇവിടെ ചെയർമാൻ പറയുന്നു, ഇവർ രണ്ടുപേരും 1 മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരു എസ് റാങ്ക് ഹണ്ടർ പോലും വന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും തങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ജിനു അവന്റെ റീവയലേഷൻ ടെസ്റ്റ് ചെയ്യുന്ന റൂമിലെത്തുന്നു. നമുക്ക് കാണാൻ കഴിയും ടെസ്റ്റ് നടത്താനായി ഒരു എംപ്ലോയി അവിടെ എത്തുന്നതായിട്ട്. അയാൾ പറയുന്നു, മിസ്റ്റർ സങ്, താങ്കളെ പരിചയപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് താങ്കളെ ഒരു കാറ്റഗറിയിലാക്കാൻ വേണ്ടി ഏതൊക്കെ സ്കില്ലുകൾ ഉണ്ടെന്നൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാമോ? ഇത് കേട്ട് ജിനു അവന്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഷാഡോ സോൾജിയറിനെ സമൺ ചെയ്യുന്നു. അവരിത് കണ്ട് സർപ്രൈസ്ഡ് ആകുന്നു. ഇവിടെ ചെയർമാൻ പറയുന്നു, മിസ്റ്റർ സങ്, താങ്കൾക്ക് ഇത് മാത്രമല്ല സമൺ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇത്രയും അധികം ആൾക്കാർ കണ്ട സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇത് ഒളിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് ജിനുവയ്ക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ജിനു അവന്റെ ആർമിയിലെ മേജർ ആയിട്ടുള്ള ഷാഡോസിനെ എല്ലാം സമൺ ചെയ്യുന്നു. ഈ ഷാഡോസിന്റെ എല്ലാം പവർഫുൾ ആയ മാനസനുസരിച്ച് ചെയർമാനും അതുപോലെ പുറത്തുനിന്ന് ബൈക്ക് യുനോയും ചോയ് ജോങ്ങും ഞെട്ടുന്നു. ജിനുവയ്ക്ക് ഇതുപോലെ 100ൽ കൂടുതൽ ഷാഡോസിനെ സമൺ ചെയ്യാൻ പറ്റുന്നു അവൻ പറയുന്നു. ഇത് കേട്ട് ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ഇതേസമയം ഈ പവർഫുൾ ആയ മാനസനുസരിച്ച് ബൈക്ക് യുനോ മനസ്സിൽ പറയുന്നു, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ അവൻ ഇത്രയും അധികം സ്ട്രോങ് അല്ലായിരുന്നു. അതെനിക്ക് ഉറപ്പാണ്. ഈ ഒരു കുറഞ്ഞ ദിവസങ്ങളിൽ അവൻ എന്നെക്കാളിലും പവർഫുൾ ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും ജിനോ അങ്ങനെ അവന്റെ പുതിയ എസ് റാങ്ക് ലൈസൻസ് കിട്ടിയതായിട്ട്. അവൻ അങ്ങനെ പുറത്തോട്ട് വരുമ്പോൾ തന്നെ ബൈക്ക് യുനോയും ചോയ് ജോങ്ങും അവനെ അപ്രോച്ച് ചെയ്യുന്നു. പക്ഷെ ജിനോ ഇവിടെ പറയുന്നത്, സോറി, ഞാൻ കുറച്ച് തിരക്കിലാണ്, എനിക്ക് കുറച്ച് ബിസിനസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ശരി. ജിനു 100 അസോസിയേഷന്റെ വാതിൽ തുറക്കുന്നതിന് മുമ്പ് എന്റെ ബൈക്ക് യുനോയും ചോയ് ജോങ്ങും ആ വഴി പോകരുതെന്ന് പറയുന്നു. പക്ഷെ ജിനോയ്ക്ക് അവർക്ക് എന്തോ സംസാരിക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അവൻ വാതിൽ മുഴുവനായി തുറക്കുന്നു. അവൻ കാലെടുത്ത് പുറത്ത് വെക്കുമ്പോൾ തന്നെ പല ആംഗിളിൽ നിന്നും അവനെ പ്രസ് പൊതിയുന്നു. ഈ ഒരു കാരണത്താലാണ് അവർ രണ്ടുപേരും പുറത്തു പോകരുതെന്ന് പറഞ്ഞത്. റിപ്പോർട്ടേഴ്സ് ചന്നും പിന്നെ അവന്റെ ഫോട്ടോകൾ എടുത്തുകൊണ്ടേയിരുന്നു. ജിനു ഇവിടെ നല്ലതുപോലെ ഞെട്ടുന്നു. അങ്ങനെ ജിനു ലൈവായിട്ട് ന്യൂസിൽ വരുന്നു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എല്ലാവരും ലൈവുകൾ കാണാൻ തുടങ്ങുന്നു. സോങ്ങിയുടെ ജിനയ്ക്ക് അവളുടെ ചേട്ടൻ ലൈവിൽ വന്ന് അത് കാണിച്ചു കൊടുക്കുന്നു. ഇതുകൊണ്ട് ജിനയ്ക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല. സത്യത്തിൽ 10 മിനിറ്റ് മുമ്പ് എന്താണ് സംഭവിച്ചത്? നമുക്കൊന്ന് റീവൈൻഡ് പോയി നോക്കാം. ലെയ്മിൻ സിംഗ് അസോസിയേഷനിൽ കയറാൻ പറ്റാഞ്ഞതുകൊണ്ട് പ്രസിനോട് പറയുന്നു, കൂട്ടുകാരെ,
എനിക്കിനി ലോ റാങ്ക് കിട്ടിയാലും ഞാൻ മാജിക് ബീസ്റ്റുകളെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ഫാൻസ് എനിക്ക് തന്ന ലവും സപ്പോർട്ടും ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ലീ മിൻ സിംഗ് നിങ്ങളുടെ മുന്നിൽ ഇന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. ബാക്കിയുള്ളവരെ സേവിക്കുന്ന ഒരു പവർഫുൾ ആയ ഹണ്ടർ ആകും ഞാൻ. ഇതെല്ലാം കേട്ട് പ്രസ് മുഴുവനായി ഷോക്കാകുന്നു. അവർ ലീ മിൻ സിംഗിന്റെ ഫോട്ടോകൾ എടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങുന്നു. സർ, താങ്കൾ ഒരു ഏഷ്യയുടെ നമ്പർ 1 സ്റ്റാർ അല്ലേ? താങ്കൾ ഹണ്ടർ ആവാൻ വേണ്ടി റിട്ടയർ ആവാൻ പോകുവാണോ? അങ്ങനെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ലീ മിൻ സിംഗ് മനസ്സിൽ പറയുന്നത്, അങ്ങനെ തന്നെ ഫോട്ടോ എടു, സൈഡിൽ നിന്ന് കൂടെ ഫോട്ടോ എടു. അത് തന്നെ. ഞാൻ ലീ മിൻ സിംഗ് അങ്ങനെ അവസാനമായി റിട്ടയർമെന്റ് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. എനിക്കിതെല്ലാം പച്ച കള്ളമാണെന്നറിയാം, പക്ഷേ എന്ത് ചെയ്യാനാ? എനിക്ക് എ റാങ്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞതാ. വെറും 2 വർഷത്തേക്ക് ഫീൽഡ് ഗിൽഡിനെ പ്രൊമോട്ട് ചെയ്താൽ എനിക്ക് മില്യൺസ് ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ പേരും പ്രശസ്തിയും എല്ലാം മാറ്റിവെച്ച് രാജ്യത്തെ സേവിച്ചെന്നുള്ള പേരും കൂടെ കിട്ടും. അങ്ങനെ ലീ മിൻ സിംഗ് പല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. ഇതേ സമയം റിപ്പോർട്ടേഴ്സിന് പലയിടത്തുനിന്ന് കോളുകൾ വരുന്നു. ഒരു എസ് റാങ്ക് ഹണ്ടറിന്റെ അപ്പിയറൻസിനെ കുറിച്ച് അവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ അവർ പരസ്പരം സംസാരം തുടങ്ങും. അവർ ഹണ്ടർ അസോസിയേഷന്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോൾ കാര്യങ്ങൾ ഏകദേശം ഫുള്ള് കൺഫേം ആവും. റിപ്പോർട്ടേഴ്സിന് കാര്യമെല്ലാം വ്യക്തമാവാൻ തുടങ്ങും. രാവിലെ ചോയ് ജോങ്ങും ബെയ്കിനോയും എത്തിയത് തന്നെ സങ് ജിനുവെ തിരക്കിയാണെന്ന് അവർക്ക് മനസ്സിലാവും. ഇവാലുവേഷൻ സെന്റർ ലീ മിൻസിംഗ് കാരണമല്ല അടച്ചുപൂട്ടിയെന്നും കൂടെ മനസ്സിലാവുമ്പോൾ മിൻസിംഗിനെ അവർ ഇഗ്നോർ ചെയ്ത് അസോസിയേഷന്റെ ഗേറ്റിന് മുന്നിൽ എത്തുന്നു. ജിഞ്ചിലോ ഏജൻസിയുടെ റിപ്പോർട്ടേഴ്സിനെ തടയുന്നു. ലീ മിൻസിംഗ് ഇത് കണ്ട് പറയുന്നു, വേറൊരു ദിവസവും കിട്ടിയില്ല, ഇന്ന് തന്നെ എസ് റാങ്ക് ഹണ്ടർ വന്നു. ലീ മിൻസിംഗിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ റിപ്പോർട്ടർ പറഞ്ഞു, മിസ്റ്റർ ലീ, അതെ ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് കാണാൻ കഴിയും ആ റിപ്പോർട്ടറും നാളത്തെ ഹെഡ്ലൈനെ കുറിച്ച് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ആ ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു, ദ റിമാർക്കബിൾ റൈസ് ഓഫ് ആൻ ഇ റാങ്ക് ടു എസ് റാങ്ക്. മിൻസിംഗ് അങ്ങനെ മൊത്തത്തിൽ തകർന്നു പോകുന്നു. സോ ഇങ്ങനെയാണ് ജിനുവ ഒഫീഷ്യലായിട്ട് എസ് റാങ്ക് ഹണ്ടർ ആവുന്നത്. ലോകമെമ്പാടുമുള്ളവരെല്ലാം ജിനുവയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊറിയയിലെ തന്നെ 10ാമത്തെ എസ് റാങ്ക് ഹണ്ടറായ സങ് ജിനുവ മൈനിങ് ടീമിലൂടെ ജിനുവയെ ലൈവായിട്ട് കാണുന്നു. ജിനുവയുടെ ഇതേ സമയം അസൂയുള്ള ആ മൈനർ പറയുന്നു, ഞാനൊന്ന് അവനെ കാണട്ടെ, അവൻ എന്ത് തരത്തിലോ കുറ്റം ചെയ്തിട്ട് അവനെ പൊക്കിയതെന്ന് ഞാൻ ഒന്ന് കാണട്ടെ. പക്ഷെ അവനൊരു എസ് റാങ്ക് ഹണ്ടറാണെന്ന് അറിയുമ്പോൾ അവന്റെ വാ മുഴുവനായി അടയുന്നു. അതുപോലെ ഈ ഒരു ന്യൂസ് മിസ്റ്റർ സോങ്ങും ജൂഹിയും അറിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇതേ സമയം കഥ യു ജിനുവിന്റെ അടുത്തോട്ട് പോകുന്നു. ജിനുവിന്റെ ഫാദർ ഇതേ സമയം അസോസിയേഷൻ പുറത്തോട്ട് സങ് ജിനയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വായിക്കുകയായിരുന്നു. ജിനു ഒരു എസ് റാങ്ക് മേജർ ടൈപ്പ് ഹണ്ടർ ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ജിനു ഇതേ സമയം അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവന്റെ ഫാദർ ഇതേ സമയം ചോദിക്കുന്നു, നിനക്ക് സങ് ജിനുവെ റിക്രൂട്ട് ചെയ്യാൻ പറ്റിയോ? ജിനു ഇത് കേട്ട് പറയുന്നു, എന്നോട് ക്ഷമിക്കണം ഫാദർ, എനിക്കത് പറ്റിയില്ല. പക്ഷേ അദ്ദേഹം സ്വന്തമായൊരു ഗിൽഡ് തുടങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. അതുപോലെ എനിക്ക് അദ്ദേഹം വൈസ് ഗിൽഡ് മാസ്റ്റർ ആവാനുള്ള പ്രപ്പോസലും തന്നിട്ടുണ്ട്. ഇത് കേട്ട് ജിനുവിന്റെ ഫാദർ സർപ്രൈസ്ഡ് ആകുന്നു. ജിനുവിന്റെ ഫാദർ പറയുന്നു, നിനക്കറിയാമോ നമ്മൾ എന്തിനാ യൂജിങ് ഗിൽഡ് നടത്താൻ ശ്രമിക്കുന്നതെന്ന്? ജിനു ഇത് കേട്ട് പറയുന്നു, ഹണ്ടിങ് ബിസിനസ് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടല്ലേ? ജിനുവിന്റെ ഫാദർ പറയുന്നു, എനിക്ക് കുറേ ലൈഫ് ടൈംസ് തന്നെ ജീവിക്കാനുള്ള കാശുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാനിത് ക്യാഷിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന്? ജിനു ഇത് കേട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുന്നു. അവൻ്റെ ഫാദർ ഇതേ സമയം പറയുന്നു, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഈ ലോകത്ത് ഓരോ ദിവസം കഴിയും തോറും ഹണ്ടേഴ്സിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹണ്ടേഴ്സിന് രാജ്യത്തിന്റെ ആർമിയെക്കാളിൽ പവർ ഉണ്ട് ഇപ്പോൾ. ഇതിപ്പോൾ വലിയ അതിശയമൊന്നുമല്ല, കാരണം എസ് റാങ്ക് ഹണ്ടേഴ്സിനേക്കാൾ പവർഫുൾ ആയ ഒരു കാറ്റഗറി തന്നെ നാഷണൽ ലെവൽ ഹണ്ടേഴ്സ് എന്ന പേരിലുണ്ട്. ഈ നാഷണൽ ലെവൽ ഹണ്ടേഴ്സ് വേൾഡിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയ ഹണ്ടേഴ്സ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജിനുവിന്റെ ഫാദറിന് ഗവൺമെന്റിനെ തന്നെ ഇപ്പോൾ വിശ്വാസമില്ലെന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിശ്വസ്തരായ കുറെ ഹണ്ടേഴ്സിനെ കൊണ്ട് ഗിൽഡ് ഉണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. ഇവിടെ ജിനുവിന്റെ ഫാദർ പറയുന്നു, ഞാൻ എന്തായാലും നിന്നെ സമ്മതിച്ചു. നീ എന്തായാലും ഒരു വിശ്വസ്തനായ ഹണ്ടറിനെ ഒപ്പിച്ചിട്ടുണ്ട്. നിന്നെ അതുകൊണ്ട് തന്നെ യൂജിങ് ഗിൽഡിനെ ലീഡറാക്കാൻ ഞാൻ തീരുമാനിച്ചു. നീ യൂജിങ് ഗിൽഡ് വളർത്തിയെടുക്കണം. അതുപോലെ നിനക്ക് അറിയാവുന്ന വിശ്വസ്തരായ ഹണ്ടേഴ്സിനെ നീ യൂജിങ് ഗിൽഡിലോട്ട് കൊണ്ടുവരണം. ചിലപ്പോൾ ഫ്യൂച്ചറിൽ നിനക്ക് തന്നെ ഇത് ഉപകാരപ്പെടും. ഇത് കേട്ട് യൂജിൻ പറയുന്നു, താങ്ക് യു ഫാദർ, പക്ഷേ എനിക്ക് ഈ ഓഫർ സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജിനുവിന്റെ ഗിൽഡിൽ ചേരാൻ പോവുകയാണ്.